വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. രാവിലെ 9:30 വന്ദേ ഭാരത് ട്രെയിനിലാണ് സുരേഷ് ഗോപി തൃശൂരിലെത്തിയത്. തുടർന്ന് ചികിത്സയിലുള്ള ബിജെപി പ്രവർത്തകരെ സുരേഷ് ഗോപി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. വോട്ട് വിവാദങ്ങളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് സുരേഷ് ഗോപി പ്രതികരിച്ചില്ല. ഇതുവരെ ചെയ്ത സഹായങ്ങൾക്ക് നന്ദിയെന്ന് മാധ്യമപ്രവർത്തകരോട് പരിഹാസപൂർവ്വം പറഞ്ഞു. ചേറൂരിലെ ക്യാമ്പ് ഓഫീസിലെത്തിയ സുരേഷ് ഗോപി അല്പസമയം ഓഫീസിൽ ചിലവഴിച്ച ശേഷം കോതമംഗലത്തേക്ക് മടങ്ങി. ജിജി ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. ജിജി, വിവാദങ്ങൾ അണപൊട്ടിയൊഴുകുമ്പോഴും കേന്ദ്രമന്ത്രി എവിടെയെന്ന ഒരു ചോദ്യത്തിന് മറുപടി എന്നോണം ഇന്നിപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു. എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. നന്ദി എന്ന ഒരു വാക്ക് മാത്രം പരിഹാസപൂർവ്വം പറഞ്ഞ് ആശുപത്രിയിലെത്തിയ പ്രവർത്തകരെ സന്ദർശിച്ച് ക്യാമ്പ് ഓഫീസിൽ അല്പസമയം ചെലവഴിച്ച ശേഷം തിരിച്ചു കോതമംഗലത്തേക്ക് പോയി എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്താണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഈ ഒരു പരിഹാസം മാത്രമായിരുന്നു അദ്ദേഹത്തിന് മറുപടി? രാവിലെ 9:30 വന്ദേ ഭാരത് ട്രെയിനിൽ തൃശ്ശൂരിലെത്തിയ സുരേഷ് ഗോപി റെയിൽവേ സ്റ്റേഷനിലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം രോഷാകുലനായി കാറിൽ കയറി അശ്വിനി ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം നടന്ന BJP CPM സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അടക്കമുള്ള പ്രവർത്തകരെ കണ്ട് ക്യാമ്പ് ഓഫീസിലേക്ക് മടങ്ങുകയായിരുന്നു. ആശുപത്രിയിൽ വെച്ചും മാധ്യമങ്ങൾ തുടർച്ചയായി എന്നോണം സുരേഷ് ഗോപിയുടെ പ്രതികരണം ആരാഞ്ഞെങ്കിലും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് ക്യാമ്പ് ഓഫീസിലെത്തി അവിടെയും മാധ്യമങ്ങൾ കാത്തുനിന്ന് അദ്ദേഹത്തോട് വിവരങ്ങൾ ആരാഞ്ഞെങ്കിലും ഒന്നും പ്രതികരിച്ചില്ല. അവസാനം കാറിൽ കയറി പോകാൻ സമയത്ത് ചെയ്തതിനെല്ലാം നന്ദി എന്നൊരു വാക്ക് മാത്രം പറഞ്ഞ് അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ഏകദേശം മാത്രമാണ് തൃശ്ശൂരിൽ ചെലവഴിച്ചത്. കോതമംഗലത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട ആ കുട്ടിയുടെ വീട് സന്ദർശിക്കാൻ വേണ്ടി ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് 1 മണിക്കൂർ മാത്രം ചെലവഴിച്ച് മടങ്ങുകയായിരുന്നു ഉണ്ടായത്. തുടർന്ന് കെ സുരേന്ദ്രനോട് മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ MP ഇതേപ്പറ്റി പറയേണ്ട ആവശ്യമില്ല, പാർട്ടിയാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത്, പാർട്ടി നേതാക്കൾ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് സുരേന്ദ്രനും ഒഴിവാക്കുകയാണ് ചെയ്തത്. കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ UDF CPM പ്രവർത്തകർ ആരോപണം ഉന്നയിക്കുമ്പോൾ BJP വോട്ട് ചേർത്തപ്പോൾ ഇവർ എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് പരിഹാസ രൂപേണ സുരേന്ദ്രനും ചോദിക്കുന്നത്. ശരി ജിജി, വിവരങ്ങൾ നൽകിയതിന്. എന്തായാലും വോട്ട് വിവാദങ്ങളെക്കുറിച്ച് മാധ്യമ പ്രവർത്തകരോട് ഒന്നും പ്രതികരിക്കാതെ സുരേഷ് ഗോപി തൃശൂരിലെത്തി. നേരത്തെ കഴിഞ്ഞ ദിവസം CPM BJP സംഘർഷത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ശേഷം തിരിച്ച് ക്യാമ്പ് ഓഫീസിൽ അല്പസമയം ചിലവഴിച്ച ശേഷം കോതമംഗലത്തേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പരിഹാസപൂർവ്വം സഹായങ്ങൾക്ക് നന്ദി എന്നൊരു വാക്ക് മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചത്. തുടർന്ന് കോതമംഗലത്തേക്ക് മടങ്ങുകയായിരുന്നു. രാവിലെയാണ് വന്ദേ ഭാരത് ട്രെയിനിൽ അദ്ദേഹം തൃശൂരിൽ എത്തിയത്.